ശാന്തി കെ പി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്. സവിതയ്ക്ക് നമസ്കാരം. ഞാനൊരു കൃഷ്ണഭക്തയാണ്. കുറേ കാലമായി ഗുരുവായൂരിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, മൂകാംബിക തൊഴണമെങ്കിൽ മൂകാംബിക അമ്മ വിളിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുള്ളൂ എന്ന്. അതേമാതിരി തന്നെയാണ് ഗുരുവായൂരപ്പന്റെ കാര്യം. ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് ഗുരുവായൂർ വന്ന് തൊഴാൻ സാധിക്കുള്ളൂ. ഇനി അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നിങ്ങളുടെ പൂജാമുറിയിലോ വിളക്ക് വയ്ക്കുന്നിടത്തോ പോയി ഒന്ന് നമസ്കരിക്കുക. എനിക്ക് എത്രയും പെട്ടെന്ന് ഗുരുവായൂർ വന്ന് തൊഴാൻ സാധിക്കണേന്ന് ഇങ്ങനെ നമസ്കരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി പറയണം. നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളാണോ ഗുരുവായൂർ വന്ന് സാധിക്കാനുള്ളത്, ഗുരുവായൂരപ്പനെ കണ്ണു നിറയെ കാണാൻ പറ്റണമെന്നും സോപാനന്ദവല്ലി കിട്ടണമെന്നും അങ്ങനെ അനേകം ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കില്ലേ, അല്ലെങ്കിൽ അഹസ് ഷീട്ടാക്കണമെന്നോ, എന്തൊക്കെ ആഗ്രഹങ്ങളാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് ഇതെല്ലാം പറഞ്ഞ് നമസ്കരിച്ചോളൂ. എത്രയും പെട്ടെന്ന് ഗുരുവായൂരപ്പൻ നിങ്ങളെ അനുഗ്രഹിക്കും. അങ്ങനെ അനേകം പേര് എന്നോട് പറയാറുണ്ട് കേട്ടോ, ഇങ്ങനെ സവിത പറഞ്ഞത് പ്രകാരം നമസ്കരിച്ചു, അതുകൊണ്ട് തന്നെ ഗുരുവായൂർ വരാൻ പറ്റി, നന്നായിട്ട് കണ്ടു തൊഴാൻ പറ്റി എന്നൊക്കെ. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്തോളൂ. ഒരു നമസ്കാരം ഗുരുവായൂരപ്പന്റെ മുമ്പിൽ, ഗുരുവായൂരപ്പ എനിക്ക് അവിടെ വന്ന് തൊഴാൻ സാധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തോളൂ. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ ഗുരുവായൂരപ്പൻ ഇവിടെ എത്തിച്ചിരിക്കും കേട്ടോ.